സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നമ്മുടെ കേറ്ററ്റിന്റെ അഡ്മിഷൻ ടിക്കറ്റ് സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലേ? അത് ആപ്ലിക്കേഷൻ അയച്ച സമയത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജനുവരി 8-ാം തീയതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ ടിക്കറ്റിലെ ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്ന് പ്രത്യേകം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷനിൽ. ക്ലിയർ? അപ്പോൾ നിങ്ങളെല്ലാവരും അഡ്മിഷൻ പിന്നെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു, നിങ്ങൾ അതിന്റെ പഠനമൊക്കെ ആരംഭിച്ചു. ഇനിയിപ്പോൾ ഇതാ നിങ്ങളുടെ അവസാനത്തെ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെതായിട്ടുള്ള പഠനത്തിലായിരിക്കും ഉണ്ടാവുക അല്ലേ? അവസാനഘട്ട റിവിഷനൊക്കെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതൊന്ന് സൂചിപ്പിക്കാനാണ് ഈ പെട്ടെന്നൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8-ാം തീയതി വരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, 8-ാം തീയതി രാവിലെ മുതലേ നമുക്ക് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴേക്കേ ഇത് സൈറ്റിൽ വരൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് രാവിലെ മുതലേ ചെക്ക് ചെയ്തിട്ട് വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടിന് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഹോൾ ടിക്കറ്റ് വന്നിട്ട് ചെയ്യുന്നതിലും നല്ലത് അതിന് മുന്നേ 2 കാര്യങ്ങൾ പറയണം എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നാളെ നിങ്ങളിപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ 2 വിഭാഗത്തിലെ ആളുകളാണ്. ഒരു വിഭാഗം ആളുകൾ നാളെ തന്നെ എന്ത് ചെയ്യും? സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഹാൾ ടിക്കറ്റ് ചെക്ക് ചെയ്യും. അഡ്മിഷൻ ടിക്കറ്റ് വന്നു നോക്കും. അത് എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കയ്യിൽ വെക്കും. രണ്ടാമത്തെ വിഭാഗം ഒരു ആളുകളുണ്ട്. ഇവരാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് അവരെന്ത് ചെയ്യും? ഹാൾ ടിക്കറ്റ് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാരണയായിട്ട് എക്സാമിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്ന അന്നത്തെ ദിവസം രാവിലെയൊക്കെ ആയിരിക്കും ഇവർ ഹാൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യും? അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് എക്സാമിന് പോകുന്ന സമയത്ത് ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രൊഫൈലിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ ഒക്കെ ചെക്ക് ചെയ്യും. അങ്ങനെയാകുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ളത്, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു 100 പേര് അഡ്മിഷൻ എക്സാമിന് ഇപ്പോൾ അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. അതിൽ കുറഞ്ഞത് ഒരു 30 ആളുകൾക്കെങ്കിലും അഡ്മിഷൻ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരാത്ത ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തില്ല, അഡ്മിഷൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരില്ല. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും എറർ ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ പ്രത്യേകം പറയും റീ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ റീ അപ്ലോഡ് ഇമേജ് എന്ന് കാണിക്കും അവിടെ. അതായത് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഇപ്പം നിങ്ങൾ ഓൾറെഡി ചെയ്ത് കൊടുത്ത ആ ഫോട്ടോ സൈസ് എന്താണോ അതന്നെ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി നിങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്യുക. എന്നിട്ട് അതിനെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർ സൈസും കാര്യങ്ങളൊക്കെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുക? റീസൈസ് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മിനിമം ഒരു 24 അവേഴ്സ് ആണ് അവിടെ ചോദിക്കുന്നത്. ഒരു വർക്കിംഗ് ഡേ ആണ് അവിടെ ചോദിക്കുക. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വീണ്ടും എന്ത് ചെയ്യുക? ജനറേറ്റ് ചെയ്ത് സൈറ്റിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും പോയി നോക്കുമ്പോൾ തന്നെ ഇത് ഇഷ്യൂ ചെയ്ത് വരണമെന്നില്ല. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളില്ല. ചില ആളുകളൊക്കെ ഉണ്ടാവും. അവർ എന്ത് ചെയ്താൽ മതി? അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിൽ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് പറയാൻ കാരണം, അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ നേരെ പോയിട്ട് ഹാൾ ടിക്കറ്റ് വന്നെന്ന് കേട്ടപാട് നേരെ എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലോ അല്ലെങ്കിൽ കഫേയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ഇത് പോയി ചെക്ക് ചെയ്യും. എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും, പേടിയാവും അല്ലേ? ആകെ മൊത്തത്തിൽ നമുക്കൊരു പ്രശ്നം വരും, നെർവസ് ആവും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ വന്നിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നെക്സ്റ്റ് ഡേ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സാമിന് പോകുന്ന സമയത്ത് ചെക്ക് ചെയ്യുമ്പോഴാണ് കാണുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്, റീ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാര്യം പോയി. കാരണം പിന്നീട് നിങ്ങൾ റീ അപ്ലോഡ് ചെയ്താൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് എക്സാം എഴുതാനും പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ദിവസം തന്നെ, ഇതിപ്പോൾ നാളെ ഇപ്പോൾ 8-ാം തീയതി വന്നു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അന്നേ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കഫേയിലൊന്നും പോവാതെ എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫോൺ എടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കേട്ടറ്റ് വെബ്സൈറ്റ് ജസ്റ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ക്രോമിൽ നിങ്ങൾ കേട്ടറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ കേട്ടറ്റിന്റെ ആ ഒരു മെയിൻ ഒഫീഷ്യൽ പേജ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരും, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. അതിൽ നിങ്ങൾ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മൊബൈൽ ഫോണിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സിസ്റ്റമുള്ള, ഞാൻ പറഞ്ഞു വരുന്നത് പുറത്ത് പോകാതെ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുകയെന്നാണ് പറയുന്നത്. അങ്ങനെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഫോം ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലും വരുന്നില്ല അല്ലെങ്കിൽ വന്നിട്ടില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറത്ത് പോയിട്ട് കഫേയിലൊക്കെ പോയിട്ട് നാളെ അതേ ദിവസം തന്നെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയോ നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം? വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യും? ഇതിന്റെ ഹാൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടറിലോ ഒന്ന് സോഫ്റ്റ് കോപ്പി, അതായത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനൊരു സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ കാരണം, എക്സാം ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും ഒരുപാട് മാസങ്ങൾ വരും, അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റിൽ നിങ്ങളുടെ കയ്യിലുള്ള ഹാൾ ടിക്കറ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വെരിഫിക്കേഷന് പോകുമ്പോൾ ഈ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് നിർബന്ധമായിട്ട് കയ്യിൽ ഉണ്ടാവണം. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ
നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഫോണിൽ നമ്മളൊരു സോഫ്റ്റ് കോപ്പി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡയറക്റ്റ് പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ കയ്യിൽ വേറൊരു ഓപ്ഷനും ഇല്ല, ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റോ സോഫ്റ്റ് കോപ്പി ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പരീക്ഷാ ഭവനിലേക്കൊക്കെ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് ചെലാനൊക്കെ ട്രഷറി പോയി ചെലാനൊക്കെ അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ കൊടുക്കൽ മാത്രമല്ല, അത് വീട്ടിലേക്ക് വരാനുള്ള കവർ അടക്കം നിങ്ങൾ ആ പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അതൊക്കെ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ മുൻകൂട്ടി പറയാൻ കാരണം പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറയുന്നൊന്നും കേൾക്കില്ല. ഹോൾ ടിക്കറ്റ് വന്നാൽ അവർ പോയി ചെക്ക് ചെയ്യും, അവർ ഡൗൺലോഡ് ചെയ്തെടുത്ത് കയ്യിൽ വെക്കും. ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നോക്കില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വന്നവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫോണിലെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എക്സാമിന് ഒരു ദിവസം മുന്നോ തലേന്നൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രിന്റ് എടുത്ത് വെച്ചാൽ മതി. ഇഷ്യൂ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല, വന്ന സാധനം എവിടെയും പോവില്ല. ഓക്കെ, ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 8-ാം തീയതി ഒരു ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആവും. സാധാരണ അങ്ങനെയൊക്കെ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ചില ആളുകളുടെ കമന്റും കണ്ട് എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ 8-ാം തീയതിയാണ് വരിക എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ.